മോരിന് വേണ്ടുന്നത് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, ജീരകം, ഉള്ളി, പച്ചമുളക്. ഇത് ഇത്രയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരച്ച ശേഷം അതിൻ്റെ മിക്സ് എടുത്ത് നമ്മൾ അരപ്പിലിട്ടിട്ട് വെറും അതിൻ്റെ പാല് മാത്രം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ചിലർ അങ്ങനെ തേങ്ങയായിട്ട് ഇടും. ഈ പ്രിപ്പറേഷന് വെറും നമ്മൾ പാലാണ് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് പാലെടുക്കുക. വേറൊരു മിക്സിയിൽ വേണ്ടുന്ന അത്രയും തൈരെടുത്ത് അതും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് പാനിൽ വെളിച്ചെണ്ണ ഇട്ട് അതിലിച്ചിരി കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ, പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലും ആ തൈരും കൂടെ ആഡ് ചെയ്യണം. ഇത് മല്ലി സ്പെഷ്യൽ മോരാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു, തൈര് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഇതിലിച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഓക്കെ, ഉപ്പിടുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ മിക്സ് അങ്ങ് ഇടണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മോരും ചമ്മന്തിയും ക്യാബേജ് തോരനും പപ്പടവും പൊരിച്ച മീനും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചഭക്ഷണം ആയാലോ. മോരിൽ കിടക്കുന്ന ഈ ഉണങ്ങിയ മുളകില്ലേ, ഉണക്കമുളക്, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചോറിൻ്റെ പുറത്ത് ഒഴിക്കുക. കുറച്ചും കൂടി എരി വേണമെങ്കിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ചമ്മന്തി ട്രൈ ചെയ്യാം. ചമ്മന്തിയും വെളുത്ത ചോറും ഇട്ട്, അതായത് ഇത് ചുമന്നരിയാണേ, എൻ്റെ ഫേവറേറ്റാണിത്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒരു ഉരുള വായിൽ വെക്കുമ്പം എൻ്റെ ദൈവമേ നിർത്താൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ചമ്മന്തി എടുക്കാം അല്ലേ. ഇതാ കുറച്ചുകൂടെ ചമ്മന്തി എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു, വീണ്ടും കഴിക്കുന്നു. ആഹാ, ആ സ്വാദ് എൻ്റെ മുഖത്ത് കണ്ടില്ലേ, ആ ചിരിയും ആ കണ്ണിലുള്ള തിളക്കത്തിൽ മനസ്സിലാവുന്നില്ലേ. അടിപൊളി സ്വാദാണ്. നമുക്കിനി കുറച്ച് ക്യാബേജ് ട്രൈ ചെയ്യാം. ക്യാബേജ് ആണെങ്കിൽ ഞുരുഞ്ഞുരാന്ന് അരിഞ്ഞിട്ട് ഭയങ്കര ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ട് കൈ കൊണ്ട് അരിഞ്ഞ ക്യാബേജാണ്. മല്ലി നല്ല സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു വായ വെച്ചിട്ട് മുഴുക്കുന്നില്ല. ടേസ്റ്റ് നന്നായിട്ടുള്ളതുകൊണ്ട് ഇതാ വീണ്ടും അടുത്ത വായ നമ്മൾ വെച്ചു. അങ്ങനെ കഴിച്ചു. എന്തായാലും അടിപൊളി ഭക്ഷണമായിരുന്നു. നമുക്കിനി മോര് കഴിച്ച് നോക്കാം കേട്ടോ. മോര് ആ ചിരി കണ്ടില്ലേ, മോര് കഴിച്ച പാട് തന്നെ മൈ ഗോഡ്, അതിൻ്റെ ഫ്ലേവർ സൂപ്പറായിരുന്നു. ഭയങ്കര റിച്ച് ഫ്ലേവറും തിക്കായിരുന്നു കറി. തേങ്ങ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. ഇതൊരു വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. അതിൻ്റെ കൂടെ കളിമീൻ പൊരിച്ചത് സൂപ്പർ ടേസ്റ്റായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. അങ്ങ് എൻജോയ് ചെയ്തു. കളിമീനും മോരും ചമ്മന്തിയും ക്യാബേജ് തോരനും പപ്പടവും ഒക്കെ ആയിട്ട് ഉച്ചഭക്ഷണം അങ്ങ് ബഹുഖേമായി. അത്രയേ ഉള്ളൂ. എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.